ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീൻ മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മൾ ഒരു പുതിയ ട്രിപ്പിന് വേണ്ടിയിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുവാണ്. ട്രെയിൻ ടൈം നോക്കിയത് തെറ്റിപ്പോയത് കൊണ്ട് നമ്മൾ ഒരു 3/4 മണിക്കൂറോളം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ചു നേരം ഇരുന്നും അങ്ങോട്ടും നടന്നും ഇങ്ങോട്ടും നടന്നും ഒക്കെ ആയിട്ട് സമയം കളഞ്ഞു. അങ്ങനെ കാത്തിരുന്ന് ട്രെയിൻ വന്നു. അപ്പോൾ നമ്മൾ എറണാകുളം വരെയാണ് പോകുന്നത്. അതുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയത്. സീറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. സബിയും ചുച്ചായും കുറേ നേരം നിൽക്കുമായിരുന്നു. ഞാനും ഇച്ചു നിശ്ചയം കൂടെ മേളിൽ വലിഞ്ഞു കയറി. സബിക്കൊക്കെ മേളിൽ കയറാൻ ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി. വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോകുന്ന രണ്ട് കുരുന്നുകൾ ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ വാട്ടർ മെട്രോയിൽ കയറാൻ എക്സൈറ്റഡ് ആണോ? നമ്മൾ കുറേ പ്രാവശ്യം വാട്ടർ മെട്രോയിലും ഒക്കെ കയറിയിട്ടുണ്ടെങ്കിലും കുട്ടികൾ ഇതൊക്കെ ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അവരെയും കൊണ്ടൊന്ന് വന്നതാണ്. ഇച്ചു കയറിയിട്ടുണ്ട്, പക്ഷെ ചുച്ചായിയും സബിയും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരെയും കൊണ്ട് ഇതിലൊക്കെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ടും ഫോട്ടോ വെച്ചൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മുതിർന്നവരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളും വലിയ കൗതുകം ഒന്നും തോന്നിപ്പിക്കില്ല. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്ക് ഓരോരോ കാഴ്ചകളും ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. അപ്പൊ രണ്ടുപേരും കൂടെ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് എക്സ്പ്ലനേഷനും ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നത്. ബീച്ചിലെ കളികളൊക്കെ കഴിഞ്ഞ് ഇനി പാർക്കിലേക്ക് പോവാണ്. ഓൾറെഡി നന്നായിട്ട് നനഞ്ഞു കുതിർന്നാണ് അവർ രണ്ടുപേരും നടക്കുന്നത്. ഈ റോഡിന്റെ സൈഡിൽ ഷോപ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. മരം കാണാൻ എന്നെ രസാന്ന് നോക്കി. അങ്ങനെ ബീച്ചിലെ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പാർക്കിൽ കുറേ നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുവാണ്. അപ്പം നിശ മുമ്പ് വന്നപ്പോൾ അവിടെ ഒരു കേരള കഫേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയ ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾ അതിനു വേണ്ടി ഇങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. ഇവിടെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈബ് ഉണ്ട്. കാരണം പോണ്ടിച്ചേരിയിലൊക്കെ നമ്മൾ നടക്കുന്ന ആ ഒരു സ്ട്രീറ്റ് വൈബാണ് ഇവിടെയും ഉള്ളത്. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ വഴിയൊന്നും തെറ്റാതെ കേരള കഫേ എന്നുള്ള ആ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ഈ റെസ്റ്റോറന്റിന് ഓപ്പൺ എയർ പോലെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഞ്ച് കഴിക്കാന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയതുകൊണ്ട് അവിടെ ആ ഏരിയ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻസൈഡിൽ ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്രോഡ്വേയിലേക്കാണ്. അവിടെ കുറച്ച് ഷോപ്പിംഗ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിശയ്ക്ക് കുറച്ച് ഷോളും പിന്നെ ചെരുപ്പുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു.
ഇതിനു മുമ്പ് നമ്മൾ അവിടെ പോയിട്ട് കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നിഷ വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത്തവണ അവള് കൂടെ വന്നിട്ട് നമ്മൾ അവിടെ എല്ലാം പോയി കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെരുപ്പ് നോക്കാമെന്ന് പറഞ്ഞു പോയ നിഷ അവിടെ കുറെ ചെരുപ്പ് എടുത്ത് വെച്ചിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഈ ഷോപ്പിൽ അതുപോലെ നല്ല കളക്ഷൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനും ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ ട്രാവൽ ബാഗ്സ് ഉണ്ട്, ലേഡീസ് ബാഗ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു ചെരുപ്പ് വാങ്ങാൻ വന്നയാൾ 9 ചെരുപ്പാണ് വാങ്ങിയിരിക്കുന്നത്. അവള് പറയുന്നത് വേറെ കടയിൽ നിന്ന് അവള് 2 ചെരുപ്പ് വാങ്ങുന്ന പൈസ ആവുന്നുള്ളൂ ഈ 9 എണ്ണത്തിനെന്നാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ മെട്രോയിലേക്ക് പോവാണ്. ഇനി ഇവരെ മെട്രോയിലാണ് അടുത്തത് കയറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒറ്റ വരവിൽ വാട്ടർ മെട്രോയും എല്ലാം കയറ്റാൻ വേണ്ടിയിട്ടാണ്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിൽ കയറാൻ വേണ്ടിയിട്ട്. ഇവരെ മെട്രോയിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ട്രെയിൻ എടുക്കാതെ തൃപ്പൂണിത്തുറയിൽ നിന്ന് കോട്ടയത്തേക്ക് ട്രെയിൻ എടുത്തു. അപ്പോൾ തൃപ്പൂണിത്തുറ വരെ നമുക്ക് മെട്രോയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫോട്ടോ കൊച്ചി ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അതാ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ഫോട്ടോ കൊച്ചി ട്രിപ്പ് എന്ന് പറയാനുള്ള കാരണം എന്താ, അടുത്ത ദിവസം ഞാൻ വീണ്ടും ഫോട്ടോ കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ കൂടെ ഫോട്ടോ കൊച്ചി കാണാത്ത കുറച്ച് പേരും കൂടെ ഉണ്ട്. ഇവിടെ എത്ര തവണ വന്നാലും നമുക്ക് ബോർ അടിക്കത്തില്ല. ഓരോ തവണയും പുതിയ പുതിയ കാഴ്ചകളാണ് നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.